നിക്ഷേപ തട്ടിപ്പിന്റെ പേരിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ശ്രീനാരായണ ഗുരുമന്ദിരം പൊളിച്ചു നീക്കാൻ ശ്രമം. അമ്പലപ്പുഴ കക്കാഴം 363 നമ്പർ SNDP യൂണിയന്റെ ഗുരുമന്ദിരമാണ് കോടതി ഉത്തരവോടെ പൊളിച്ചു നീക്കാൻ ഒരുങ്ങുന്നത്. ഗുരുമന്ദിരം പൊളിച്ചു നീക്കി 16 സെന്റ് സ്ഥലം വിൽക്കാനാണ് തീരുമാനം. ഇതിനെതിരെ നാമജപ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഭക്തർ. ജനം ബ്രേക്കിംഗ്. ദേശീയപാതയിൽ അമ്പലപ്പുഴ കാക്കാഴത്തുള്ള 70 വർഷം പഴക്കമുള്ള ഗുരുദേവ മന്ദിരം ഇന്ന് പൊളിച്ചു നീക്കാനാണ് തീരുമാനം. ഇതിനെതിരെയാണ് ഭക്തരുടെ പ്രതിഷേധം. ഞങ്ങൾക്ക് ഇവിടെ ഇത്രയും സ്ഥലം ഈ ഓഫീസും കൂടെ ഞങ്ങൾക്ക് കിട്ടണം. ഇത് ഞങ്ങൾക്ക് കിട്ടണം. അതുവരെ ഞങ്ങൾ പരിശ്രമിക്കും. അതാണ്, അല്ല വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് യാതൊരു വഴക്കുമില്ല, തർക്കവുമില്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് ഇത്രയും സ്ഥലം ഞങ്ങൾക്ക് കിട്ടണം. ഇത് പാരമ്പര്യമുള്ള സ്ഥലമായത്. നാമം ചൊല്ലി ആൾ കൂട്ടി ഞങ്ങൾ സമരം ചെയ്യും. പൊളിക്കാനായിട്ട് ആൾ വരുന്നുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ അതിന് പ്രവർത്തിക്കും. ഇവിടെ കുത്തിയിരുന്ന് ഞങ്ങൾ ആരുടെങ്കിലും ജീവൻ ഞങ്ങൾ കൊടുക്കും. 1987 തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുടെ പ്രസിഡന്റ് ആനവേലിൽ ഭാസ്കരനും സെക്രട്ടറി PG ബാബുവും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് നിലവിലെ ഭരണസമിതിയുടെ ആരോപണം. 1998 ശ്രീനാരായണ ട്രസ്റ്റ് കാക്കാഴം എന്ന പേരിൽ ഇവർ സ്വകാര്യ ട്രസ്റ്റ് രൂപീകരിച്ച് നിക്ഷേപം സ്വീകരിക്കുകയായിരുന്നു. കാക്കാഴം SNDP ഓഫീസ് കോംപ്ലക്സിൽ പ്രവർത്തിച്ച സ്വകാര്യ ട്രസ്റ്റ് ശാഖയുടെ സ്ഥാപനം എന്ന പേരിൽ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു നിക്ഷേപം സ്വീകരിച്ചത്. ഇതിന് ആകാൻ കാരണമെന്ന് കഴിഞ്ഞാൽ 1987 ഇവിടെ ഭരണത്തിലേറിയ K ഭാസ്കരൻ, ആനവേലിൽ ഭാസ്കരൻ എന്ന് പറയുന്ന ഒരു സെക്രട്ടറിയും PG ബാബു എന്ന് പറയുന്ന പ്രസിഡന്റും ചേർന്ന് ഇവിടെ SNDP ശാഖായോഗത്തിലെ അംഗങ്ങളുടെ പൊതുയോഗത്തിൻ്റെ അംഗീകാരമോ SNDP അമ്പലപ്പുഴ ഇതിൻ്റെ മേൽഘടകമായിട്ടുള്ള അമ്പലപ്പുഴ യൂണിയൻ്റെയോ അതുമല്ലെങ്കിൽ പരമോന്നത സമിതിയായിട്ടുള്ള SNDP യോഗം ഡയറക്ടർ ബോർഡിൻ്റെയോ ഒന്നും തന്നെ അനുവാദമോ ഒന്നും തന്നെ ഇല്ലാതെ ഇവിടെ ശ്രീനാരായണ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു സാമ്പത്തിക ഇടപാട് സ്ഥാപനം ഇവർ ആരംഭിച്ചു. പൊതുജനങ്ങളെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചത് SNDP ശാഖായോഗമാണിത് നടത്തുന്നതെന്ന് പറഞ്ഞ് അവരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ അവർ നിക്ഷേപമായിട്ട് സ്വീകരിച്ചു. ഈ നിക്ഷേപങ്ങൾക്കെല്ലാം ഇവർ 36% വെച്ച് അന്ന് പലിശ കൊടുക്കുകയായിരുന്നു. എന്നിട്ട് ഈ പണം അവർ 60% പലിശയ്ക്ക് പുറത്ത് വ്യാപാരികൾക്കും വ്യവസായികൾക്കുമൊക്കെ പലിശയ്ക്ക് കൊടുക്കുകയും ആ കൂട്ടത്തിൽ മറ്റ് പല ഇടപാടുകളും നടന്നു. കള്ളപ്പണം വരെ വെളുപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്കൊക്കെ അറിയാൻ പറ്റിയത്. 2022 വരെ പൊതുയോഗമോ തെരഞ്ഞെടുപ്പോ നടത്താതെ ഇവർ തന്നെയായിരുന്നു ഭരണം നടത്തിയിരുന്നത്. 2023 പുതിയ ഭരണസമിതി ചുമതലയേറ്റു. 363 ശാഖയുമായി ബന്ധമില്ലാത്ത ശ്രീനാരായണ ട്രസ്റ്റ് എന്ന സ്വകാര്യ ട്രസ്റ്റ് നിക്ഷേപ തട്ടിപ്പ് നടത്തിയതിനാണ് SNDP ശാഖയുടെ വസ്തുവകകൾ വിറ്റ് നിക്ഷേപകരുടെ കടം വീട്ടാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. മുൻ പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഉത്തരവ് നേടിയത്. ഇതിന്റെ വസ്തുത എന്താണെന്ന് പരിശോധിക്കാതെ ഈ വസ്തുവകകൾ വിറ്റ് ഇന്ന് സെന്റിന് 20 ലക്ഷം രൂപയോളം മാർക്കറ്റ് വാല്യൂ ഉണ്ട് ഇവിടെ. ഈ വസ്തു ഇത് കേവലം 10 ലക്ഷം രൂപയിൽ താഴെ വിലയ്ക്ക് ലേലവും മറ്റും നടത്തി വിറ്റ് ഇവിടുത്തെ വിശ്വാസികളുടെ അഭിമാനത്തെയും വിശ്വാസത്തെയും എല്ലാം ചവിട്ടിത്തേക്കുന്ന ഒരു നടപടിയാണ് ആരുടെ ഭാഗത്തു നിന്നാണല്ലോ ഉണ്ടായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ മതഭീകരവാദ സംഘടനകളും ചില രാഷ്ട്രീയ സംഘടനകളുമൊക്കെ ചേർന്ന് വലിയ ഗൂഢാലോചനയാണ് നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഹൈന്ദവ ഭൂരിപക്ഷ സമുദായങ്ങൾ, പിന്നോക്ക സമുദായങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിന്റെ നേർക്കാഴ്ചയാണിത്. നിലവിൽ റിസീവറുടെ കീഴിലാണ് 16 സെന്റ് സ്ഥലവും ഗുരുമന്ദിരവും. നിക്ഷേപകരുടെ പണം തിരികെ നൽകാനാണ് ദേശീയപാതയ്ക്കരികിലെ കോടികൾ വില വരുന്ന സ്ഥലം വിൽക്കുന്നതെങ്കിലും നിക്ഷേപകരുടെ കൃത്യമായ വിവരങ്ങൾ പോലും റിസീവറുടെ പക്കലില്ലെന്നും ആരോപണമുണ്ട്. നിഷ ദിലീപ്, ജനം, ആലപ്പുഴ.